ലൂമിനസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അമ്പൽജ്യോതി കോളേജിൽ നിന്നൊരു ഹൈവേയാണ്. നമ്മൾ കൊല്ലം വരെ ഉള്ളൂ. ഞാനും രാവിലെയായിട്ടാണ് ഇന്ന് വണ്ടി പോകുന്നത്. വഴിയുള്ള വീഡിയോ പരിചയപ്പെടാം. നമുക്ക് പൊളിക്കലടാ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് അമ്പൽജ്യോതി കോളേജിലെ ഫസ്റ്റ് ട്രിപ്പാട്ടോ നമ്മുടെ. ഇപ്പം നമ്മുടെ വണ്ടി ഇറങ്ങി വരും പതുക്കെ. പിള്ളേരെല്ലാം കയറി. അപ്പം നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. ക്യാൻഡേസ് ടൂർ പ്ലാനേഴ്സിൻ്റെ ആണ് ഇന്നത്തെ നമ്മുടെ ഓട്ടം. ഇപ്പം രാവിലെയായിട്ടാണ് കോർട്ടിച്ചിരുന്ന് വണ്ടി ഓടിക്കുന്നത്. പുത്തമ്പണ്ടി രാവിലെയായിട്ട് ഞാനും ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. നമുക്ക് എങ്ങോട്ടാണ്? എവിടെ ഹൈവേ എവിടെയാ? കൊല്ലത്ത് അതിൻ്റെ പേര് KMML അല്ലേ? ആ, ഇപ്പോൾ നമ്മൾ എരുമേലി എത്തി. എരുമേലി വഴിയാണ് പോകുന്നത്. എരുമേലി റാന്നി. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കുന്ന അടൂരാണ്. അപ്പം നമ്മുടെ പാക്കേജ് ചെറുതാ കേട്ടോ. സമയം 6:30 കഴിഞ്ഞു. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടൂർ ബൈപ്പാസിലെ ഡൈന ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കുന്നത്. അവിടെ നിർത്തിയേക്കാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, മുട്ടക്കറി, പിന്നെ വെജ് കുറുമ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കൊല്ലം പോവുകയാണെങ്കിൽ ഇവിടുന്ന്. ഇത് കാണാൻ അടൂർ ബൈപ്പാസ് ആട്ടോ. അടൂർ ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഹോട്ടലാണ്. നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. അത്യാവശ്യം സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നാലും. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ചാവറയ്ക്ക് പോവുകയാണ്. അവിടെ KMML എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് പിള്ളേർക്ക് IV പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ KMMലേക്ക് എത്തി. അപ്പോൾ നമ്മൾ KMML എത്തി. പിള്ളേർ ഇറങ്ങി IVക്ക് പോകാൻ അകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ KMMLയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി എടുക്കുകയാണ്. ഈ തൊട്ടപ്പുറത്തൊരു കുടുംബശ്രീയുടെ ക്യാൻറ്റീനിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത്. ക്യാൻറ്റീനില്ല, ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം 3 മണി 6 1 മണിക്ക് അവിടെ ഫുഡ് പറഞ്ഞായിരുന്നു. താമസമുണ്ട്. മന്തി, പിന്നെ 7 വെജും. രാവിലെ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കുറുമ ഉണ്ടായിരുന്നല്ലോ. ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യണം. 44 7 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ ഫുഡ് കൊടുത്ത റെസ്റ്റോറൻറ്റ്, കഫേ പ്രീമിയം റെസ്റ്റോറൻറ്റ്. അതായത് കുടുംബശ്രീക്കാർ നടത്തുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ കൊല്ലം ബീച്ചിലേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് വണ്ടി ഇടാനും സീറ്റിങ്ങും അത്യാവശ്യം ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്. അപ്പോൾ ഇനി വരുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഇവരെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നവർ. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച്, ഉച്ചക്കത്തെ ഫുഡെന്ന് പറയാൻ പറ്റില്ല, 4 മണി ആയപ്പോഴാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് നമ്മളിനി കൊല്ലം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുന്ന് പിന്നെ 6 7 മണി ആകുമ്പോഴത്തേക്ക് വൈകിട്ടത്തെ ഡിന്നറും കഴിച്ച് നമ്മൾ തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് പോകും. ഇതാണ് നീണ്ടകര ബ്രിഡ്ജ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തങ്കശ്ശേരി എന്ന് പറഞ്ഞ ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. കൊല്ലം ബീച്ചില്ല. പിള്ളേരങ്ങോട്ട് നടന്നുകൊണ്ട് ഇവിടുന്ന് ഒരു 400 മീറ്ററോളം നടക്കാനുണ്ട്. നമ്മളാ വണ്ടി ഇട്ടെടുത്തുനിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും ഉണ്ട്. നോക്കാനൊക്കെ ആയിട്ട് വന്ന. പിന്നെ ഇതിൻ്റെ വലകളൊക്കെ റിപ്പയർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് അവിടെ. അത് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഈ ബോട്ടൊക്കെ 1 മാസത്തേക്കൊക്കെ പോകടില്ല. ഇത് ചെറുതല്ലേ. ഇത് നമ്മുടെ പിള്ളേർ അതിലേ പോയേക്കുന്നത് കേട്ടോ. അതിൻ്റെ എൻഡിൽ പോകും, ബീച്ചിൻ്റെ അവിടെ കാട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറമായിട്ട് ലൈറ്റ് ഹൗസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതും കയറി കണ്ട് 5:30 ആകുമ്പോഴത്തേക്ക് വണ്ടിയിലെത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. 6:30 ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. നൈറ്റാണ് ഇവർ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഇവർ വലയെല്ലാം കയറ്റി ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. രാവിലെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുള്ളൂ പോയി കഴിഞ്ഞാൽ. ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ നമ്മൾ എറണാകുളം ആ സൈഡിലേക്ക് ചെല്ലില്ല. എന്താ അച്ഛൻ്റെ പേരെന്നാ? പേരെന്നാ? ആലപ്പുഴയിലൊക്കെ നമ്മൾ പോകും. ഇതിപ്പോൾ അവിടെ അല്ല പണി. മത്തിയാണ് അവിടെ ഉള്ള മത്തി ചാള. അപ്പോൾ ഇവിടെ ഉള്ള എന്താ ഇപ്പോൾ ഒരാഴ്ച ഉള്ളത് കൂടുതൽ അയിലയാണ്. അയിലാണ് ഉള്ളത്. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാക്കേജ് പയ്യൻ ദേവാനന്ദൻ്റെ കൂട്ടുകാരൻ രമേശ് അല്ല സുരേഷ്. എന്നാടാ നിൻ്റെ പേര്? അഭിഷേക്. ഇന്ന് ഞങ്ങളുടെ ഡ്രൈവർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളുടെ ഇതാവും. നമ്മളെ കൊണ്ട് സാധിക്കും തോന്നുന്നില്ല. ഇവിടുത്തെ കിട്ടുന്നില്ല. ഒരു നല്ല തടി നോക്കട്ടെ. മറ്റേ ഇപ്പോൾ പോയത് കണ്ടില്ലായിരുന്നു. അവർ ഫോണായിട്ട് പോയി. അവിടെ വെള്ളത്തല്ലേ. ഒന്നോടെ ആട്ടി നല്ലല്ലേ? ഓക്കെ. ഇവര് ഞാൻ വീട് ഒന്നുകൂടെ പിടിക്കാം.
പറയടി അവൻ ഇവിടെ ഉണ്ട് വീഡിയോ എടുക്കുക ബ്ലോഗ് വീഡിയോ എടുക്കാം ബ്ലോഗ് ചെയ്ത് ആര് വരിക ഞങ്ങളിപ്പോ പോവും. അവിടെ അല്ല ഞങ്ങൾ അതിന് മുമ്പ് പോവും. കൊല്ലം ടൗണിലെ ഫുഡ് പറഞ്ഞേക്കും. ഞങ്ങൾ ബസ്സുമായിട്ട് വന്നാ പിള്ളേരെയും കൊണ്ട് ബസ്സുമായിട്ട് വന്നാ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയല്ലേ? വേളാങ്കണ്ണി മാതാ 449. ടാറ്റാ. കടലിലിറങ്ങാൻ നല്ലതാണ്. കാലിലെ തൊലിയൊക്കെ പോയി സെറ്റായി. അതിന് നമ്മൾ വിളിക്കാറില്ലല്ലോ, ഇടയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ വള്ളത്തിൻ്റെ വലയൊക്കെ ശരിയാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കാണുന്ന ഷെഡുകൾ ഓരോ വള്ളത്തിൻ്റെ ആണ്. അവരിപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇവിടെ മുമ്പേ ഇരുന്ന് വലയൊക്കെ ശരിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ പകുതി പറയുന്നുണ്ട് അവിടെ ഇരിച്ചാണ്ടിരുന്ന് നോക്കുന്നുണ്ട്, വല റെഡിയാക്കുന്നുണ്ട്. പകുതി പേരിപ്പോൾ അവരുടെ ഡ്യൂട്ടിക്കായിട്ട് ചെറിയ വള്ളങ്ങളൊക്കെ ഇറക്കി അവർ യാത്രയായിട്ടുണ്ട്. തിരിച്ചു വരും. വൈകിട്ട് നിൽക്കുവാണ്. കുറച്ച് ആൾക്കാരിപ്പോൾ ബോട്ടൊക്കെ എടുത്ത് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബോട്ടല്ല, ചെറിയ വള്ളങ്ങൾ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കാണുമെങ്കിൽ മീൻ തന്നു വിടാമെന്ന്. അത് തുറന്നിട്ടേക്കെ, നിങ്ങൾ തുറന്നായ തള്ളി. അപ്പോൾ അങ്ങനെ ഇവരുടെ ടൂറിൻ്റെ ലാസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇവിടെ. ബീച്ചൊക്കെ കണ്ട് പിള്ളേർ ഇവിടെ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ പാട്ടൊക്കെ ഇട്ടുന്ന ഡാൻസൊക്കെ കളിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വൈകിട്ടത്തെ ഫുഡ് കൊല്ലം ഹയാത്ത് ഹോട്ടലിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നതിന് നേരെ കോളേജിൽ കൊണ്ടുപോയി പിള്ളേരെ ഇറക്കിയാൽ മതി. ഇനി 25-ാം തീയതി ഓട്ടോ ഉള്ളൂ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. Okay, thank you.
അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കണ്ടുമുട്ടാം.